എടാ അമ്പു, ഞാന് നിന്നൊരു അത്യാവശ്യ കാര്യം പറഞ്ഞുകൊണ്ട് വിളിച്ചതായിരുന്നു. അതെന്താ വെച്ചാല്, നിന്റെ നമ്പറൊന്നും എന്റെ കയ്യിലായിരുന്നു. ഞാൻ ഇന്നലെ വേറെ ആളെന്ന് നമ്പർ വാങ്ങിച്ചാണ്. കാരണം എന്റെ ചേച്ചിയുടെ മോൾ അവിടെ ഉണ്ടല്ലോ, സ്നേഹ ജിനേഷ് കിട്ടിയ, അവളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം ഉള്ളത്. ഇപ്പൊ നാട്ടിലില്ല. അപ്പോ എപ്പോഴും അവിടെ പ്രശ്നങ്ങളാണ്. എന്ന് തന്നെ വിളിക്കാൻ ഞാൻ എല്ലാ കാര്യവും തീർക്കാറുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പക്ഷെങ്കിൽ ഒരു തരത്തിൽ അവളെ അവിടെ ജീവിക്കാൻ പറ്റില്ല. കാരണം കൊച്ചു തന്നെ എന്നോട് പറഞ്ഞു, നാളെ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ മേമ ഇതിനൊരു മേമ ഒന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ കരഞ്ഞു പറയാറുണ്ട്. സത്യത്തിൽ ആ വീട്ടിൽ നടക്കുന്ന എന്താന്ന് ഒരു ആർക്കും പുറത്താർക്കും അറിയില്ല. അവരെല്ലാം എന്നോട് പറയും, അത് ഇവളെ കുറ്റപ്പെടുത്തി പറയും. ഞാൻ എന്നാലും രണ്ടുപേരെയും കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യും, തീരുമാനം പറയും. എപ്പോഴും പ്രശ്നമാവും. വീട്ടിൽ പോയി നിൽക്കും, തിരിച്ചു വരും. ലാസ്റ്റ് ഇപ്പൊ ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള കാരണം അതിന് തക്കതായ ഒരു കാരണം കൊണ്ടാണ്. ആദ്യം ഒരു പ്രാവശ്യം ഇവന് അടിവാരനെ ചവിട്ടിച്ചു. കൊച്ചിന് ഒരു കൊച്ചു അപകർഷണമായി പോയതാ. അത് അവരുടെ തന്തയ്ക്കും അറിയാം, പിള്ളേക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ അവന്റെ പെങ്ങൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടു വെപ്പ് വേണ്ട കുറെ കാലായി. പിന്നെ ഇവള് അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ മോള് മരിക്കും എന്നതിന് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ മെസ്സേജ് ഞാൻ എനിക്ക് അയക്കുന്നത്. കാരണം എനിക്ക് ഓടിയെത്താൻ പറ്റില്ല. നിന്റെ വീടിന്റെ തൊട്ടടുത്തെന്നറിയാം. ഇന്നലെ ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. ഇനി ഒന്ന് വിളിക്കണം ടൈമിൽ. ഇതായതുകൊണ്ട് ഞാൻ നേരം വിളിക്കുന്നതിന് കാത്തിരിക്കുകയായിരുന്നു. കാരണം അവന്റെ അച്ഛന്റെ നമ്പർ കിട്ടിയിട്ട്, പക്ഷെ നെറ്റ് ഓണല്ലാത്ത എനിക്ക് വാട്സപ്പ് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിളിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇന്നലെ ഞായറാഴ്ച, ശനി, വെള്ളിയാഴ്ച രാത്രി ഇവര് തമ്മിൽ അടിയും വഴക്കുണ്ടായി. കൊച്ച് എന്നെ രാത്രി 11 മണിയായപ്പോൾ വിളിച്ച് കാർക്കും എന്നെ അടിക്കുന്നതെന്ന് കരഞ്ഞോണ്ട് പറഞ്ഞായിരുന്നു. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവൻ എന്നെ അടിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ അവനെ വിളിച്ചു. അവൻ കാര്യം വന്നു. അച്ഛനൊന്നും വന്നു താഴെ. അച്ഛന്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. എന്തിട്ട് കൊടുത്തിട്ടില്ല. അവർ ഉറങ്ങി വന്നു. അച്ഛന്റെ നമ്പർ ചോദിച്ചു. അന്നേരം തന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മോൾ അന്നേരം തന്നെ എന്നോട് പറഞ്ഞു, മേമ ഇങ്ങനെ കാണൂല എന്നും വേണ്ട, അവൾ എന്നെ പോക്കിട്ടു എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ കിട്ടുന്നില്ല. രാത്രി 11 മണിക്ക് ഞാൻ എന്റെ ഇളയ നാത്തൂനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചിയോടൊന്ന് ബ്ലോക്ക് മാറ്റാൻ പറഞ്ഞു. അവർക്ക് കാര്യം അറിയില്ലായിരുന്നു. ചേച്ചി ബ്ലോക്ക് മാറ്റി. ചേച്ചിനെ വിളിച്ച് കാര്യം ഞാൻ പറഞ്ഞു. ചേച്ചി ജിനേഷിനെ വിളിച്ചു. അപ്പൊ ഇവള് ബേഡെടുത്ത് കുളിമുറിന്റെ ഞരമ്പ് മുറിക്കാൻ വേണ്ടിയുള്ള ഇതുണ്ടെന്ന് പറഞ്ഞു. ഇവനോട് പറഞ്ഞു. എപ്പോഴും കൊച്ചങ്ങനെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ ഹാളിൽ പോയി കിടക്കുമായിരുന്നു. രാത്രി ഹാളിൽ പോയി കിടക്കാൻ എനിക്ക് ഉറക്കം വന്നിട്ട് കുറേ രാത്രിയായപ്പോൾ ഞാൻ അവനെ വിളിച്ചു. ആ മുറിച്ചിട്ടുണ്ട്, കുറച്ച് ചോര വരുന്നുണ്ടെന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് ക്ഷമയില്ലാതെ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു, നീ പോയി നോക്കിയോട്ടാ, ഫോൺ കൊടുക്കാൻ പറ്റില്ല, ഇപ്പൊ ഹാളിൽ കിടക്കണമെന്ന് പറഞ്ഞു. കൊച്ചെന്തിനാ കൊച്ചിനെ ഞാൻ ചോദിച്ചിട്ട് ചേച്ചിനെ പറഞ്ഞു അമ്മേനോടെ കിടക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനത് വിശ്വസിച്ചു. സത്യത്തിൽ ഞാനത് വിശ്വസിച്ചു. പിറ്റേന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്റെ മോൾ എന്നെ ഇങ്ങനെ ബ്ലോക്കിട്ടോണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാൻ പിറ്റേ രാവിലെ ചേച്ചിനെ വിളിച്ചു. ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോ ചേച്ചി എന്നോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ സത്യം മനസ്സിലാക്കിയില്ല, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട. കാരണം ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. കാരണം എന്റെ മോളെപ്പോലെ എനിക്കവൾ എന്റെ സ്വന്തം മോളെപ്പോലെയാണ്. കാരണം അവള് 2.5 വയസ്സ് പോലെ അച്ഛനില്ലാതെ വളർന്നൊരു മോളാ. അതിന്റെ കൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു വിഷമമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ അവൾക്ക് മാത്രം അച്ഛന് സ്നേഹം അനുഭവിച്ചിട്ടുള്ള ആ ഒരു അമിതമായിട്ടുള്ള സ്നേഹവും ഇതൊക്കെ ഉണ്ട്. ഞാൻ ലാസ്റ്റ് ചേച്ചിനെ വിളിച്ച് കഴിഞ്ഞപ്പോ ചേച്ചിനോട് പറഞ്ഞ കേൾക്കാതെ ചേച്ചി എന്നോട് പെട്ടെന്ന് ചോദിച്ചു. ചേച്ചിക്ക് മനസ്സിലെ വിഷം കൊണ്ട് ചേച്ചി ഇതാക്കി. ഞാൻ എന്റെ മോൻ ചത്തു കഴിഞ്ഞാൽ വരണ്ട, ആർക്കോ ശല്യം ചത്തോളെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജിനീഷിനെ വിളിച്ചപ്പോ ആണ് ഒരു കാര്യം ഞാൻ അറിയത്. ജിനീഷ് വന്നു. അതിന് ശേഷം പിറ്റേന്ന് അവള് ഷാളെടുത്ത് കുടുംബയില് തൂങ്ങാൻ വേണ്ടി നോക്കിയതാണ്. ആ സംഭവത്തില് അവൻ പറഞ്ഞെന്താന്ന് എനിക്ക് കേൾക്കണം. അവള് തൂങ്ങിയപ്പോ ഞാൻ ചാകട്ടെ എന്ന് വിചാരിച്ചു. കണ്ടിട്ട് നീ കണ്ടില്ല, ഞാൻ കണ്ടു, ചാകട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് അവൻ വന്ന് പിടയ്ക്കുമ്പോ ഞാൻ പോയിട്ട് കാല് പോക്കി വന്നു. നീ അച്ഛനോട് അമ്മയോട് പറഞ്ഞപ്പോ അവൻ പറഞ്ഞ എന്താന്നറിയോ, അവന്റെ അമ്മയോട് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് അവളെന്റെ വീട്ടിൽ പോയിട്ടുണ്ട് മേമേ, അച്ഛനെ വിളിച്ച് പണ്ടോ ജോലി നോക്കാൻ പോവാന്ന് പറഞ്ഞു തന്നു. എന്നിട്ട് അവളെന്നോട് പറഞ്ഞു, ഇന്ന് അവൾ വരട്ടെ, അവളെ ഇവിടെ നിന്നെ അടിച്ചിറക്കുമെന്ന് പറഞ്ഞു. ഞാനപ്പോ അവനോട് പറഞ്ഞു, നീ അടിക്കരുത്, നീ പറഞ്ഞോ, അച്ഛനെയും വിളിക്കുക, അവളെയും വിളിക്കുക, അമ്മയെയും നിർത്തുക, എന്നിട്ട് അച്ഛനോട് ചോദിക്കണം, അച്ഛനോട് പറഞ്ഞാണോ പോയി ചോദിക്കണം. അപ്പൊ ഞാനത് നോക്കി. എന്നിട്ട് നീ അമ്മേനെ വിളിച്ചു പറഞ്ഞു, ഇനി എന്നോട് പറയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മ വന്ന് കൂട്ടിക്കൊണ്ടുവന്നു, അതല്ലേ എന്റെ മര്യാദ. അപ്പൊ അവൻ എന്നോട് തലേ ദിവസം അടിച്ച കാര്യം കുളിമുറിയിൽ ഇവൻ പെണ്ണിനെ കുത്തിപ്പിടിച്ച് കിറ്റിന്റെ മോള് നിർത്തിയിട്ട് എനിക്ക് ചേച്ചി വോയിസ് മെസ്സേജ് അയച്ചത് കേട്ടോ, ഞാൻ സംസാരിച്ചിട്ടില്ല, കാരണം ഇതെല്ലാം കേട്ടായിരുന്നു. അപ്പൊ ഇവന്റെ അച്ഛൻ നടുക്ക് കയറി നിൽക്കുക.
എന്നിട്ട് ഇവിടെ അങ്ങനെ ചെയ്തു. എന്നിട്ട് ഈ മോള് ഒരാളോടും ഒന്നും പറയാറില്ല. കൊച്ചു പറയാത്തതിന് കാരണം എന്താ, എന്നോട് ഒരു ദിവസം പൊട്ടിക്കഴിഞ്ഞത്, ഞാൻ എന്റെ അച്ഛന്റെ കുടുംബക്കാരെയും സ്നേഹം അനുഭവിച്ചിട്ടില്ല മേം, എന്റെ മോനും അതുപോലെ ആകരുതെന്ന് അവൾ എന്നോട് പറയുന്നുണ്ട്. ലാസ്റ്റ് ഇവൻ ഇത്രയും ഇതൊക്കെ നടന്നിട്ടും പുറത്തു ഒരാളും അറിയുന്നില്ല. കാരണം ഞാൻ ഇത്രയും ദൂരെയായിട്ട് ഇനിയെങ്കിലും ഇവരെ കഥ ആരെങ്കിലും ഒരാൾ അറിയണം. കാരണം എന്റെ മോള് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ല, നിങ്ങൾ ആരും അറിയില്ല, ഒരാളും അറിയില്ല. എന്റെ ചേച്ചി എന്നോട് അയച്ച മെസ്സേജാണ്, ഇവളെ തല്ലിക്കൊന്ന് ഇവര് കെട്ടി തൂക്കിയിട്ടിട്ട് പറയില്ല ഇവളെ ആത്മഹത്യ ചെയ്തത്. സത്യമാണത്. കൺമുമ്പെന്ന് സ്വന്തം ഭാര്യ വർഷങ്ങളൊന്നും ആയിട്ടില്ല കെട്ടി തൂങ്ങിയിട്ട് ചാകട്ടെ എന്ന് വിചാരിച്ച് നിന്നു. എന്നിട്ട് പിടയ്ക്കുമ്പോ ഞാൻ പോയി പൊക്കിയെന്ന് ആ സ്വന്തം ഭാര്യന്റെ അമ്മേന്റെ അനിയത്തോടാണ് ഇത് പറയുന്നത്. ഒരു ദിവസം അതുപോലെ ഇവിടെ ചായ കുടിച്ചിട്ട് പോവാന്ന് പറയുമ്പോഴും ഒറ്റ തൊഴിൽ പെണ്ണിനെ തെറിപ്പിച്ചു. എന്തൊക്കെയാണ് വീട്ടിൽ നടന്നത്? എന്റെ പെണ്ണിന് ഞങ്ങളുടെ അച്ഛന്റെ പ്രേതം കൂടുതലാണ്, അമ്മന്റെ പ്രേതം കൂടുതൽ, കൊച്ചിന് ഓരോന്നും പറഞ്ഞിട്ട് ഇവർ ഈ തല്ലിച്ചതക്കുക, പ്രകടനം നടത്തുക, എന്നിട്ട് കൊണ്ടുപോകുക, ബാധ കൂടിയാന്ന്. ഇതൊക്കെയാണ് പരിപാടി. എനിക്ക് സത്യത്തിൽ ഞാൻ ഇതിനോട് തുറന്നു മാറി. എനിക്ക് സത്യത്തില് എനിക്ക് മറവിയാ, ഒന്നും പറയാൻ കിട്ടുന്നില്ല. സത്യത്തിൽ എന്താണ് പറയണത്? ഇന്നലെ നേരം വെളുക്കുന്നതിന് ഉറങ്ങില്ല. പിന്നെ ഒന്ന് കോണ്ടാക്ട് വെച്ചാൽ ഉറക്കം വരുന്നില്ല. കാരണം എങ്ങനെ ഉറങ്ങും ഞാൻ? ഇന്നലെ ഞാൻ അവൻ രാത്രിക്ക് വിളിച്ചപ്പോ അവൻ ചോദിച്ച് എന്നെ വിട്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഗുഡ് നൈറ്റ് ഇട്ടിട്ട് മോർണിംഗ് വിളിക്കാൻ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോ എനിക്ക് മെസ്സേജ് അയക്കുന്നതിന് ഞാൻ അവനെ വിളിച്ചു, അവൻ എടുത്തില്ല. എന്നെ ഇങ്ങോട്ടൊരു മിസ് കോൾ. പിന്നെ 2 വട്ടം ഞാൻ അങ്ങോട്ട് വിളിച്ചു, അവൻ എന്നെ കോൾ എടുത്തിട്ടില്ല. എന്താ ഏതാണ് അവിടുത്തെ അവസ്ഥ എനിക്ക് അറിയാൻ കഴിയുന്നില്ല. അവന്റെ അച്ഛന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്, അതിൽ ഞാൻ വിളിച്ചിട്ട് അത് എടുക്കുന്നത് നെറ്റ് ഓഫാണ്. എനിക്ക് നീ ഒരു ഉപകാരം ചെയ്തു തരണം. കാരണം വെച്ചാല് ഞാൻ ഇത്ര ദൂരെയാണ്, ഞാൻ നിന്നോട് യാചിക്കണം മോനെ, അവിടെ എന്തെങ്കിലും ഒരു ഒച്ചപ്പാട് കേൾക്കുന്നു, ഒന്ന് ശ്രദ്ധിക്കണം നീ. കാരണം ഞാൻ ഇത്രയും നിന്നോട് പറയുന്നത് ഇനിയെങ്കിലും ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം. കാരണം ഇവളെ തൂങ്ങിയിട്ട് ഇവരിങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു അവസ്ഥ. കാരണം ഇനി ചിലപ്പോ ഒരു പക്ഷെ ഇനി അവര് ഈ ചേച്ചി പറഞ്ഞല്ലോ ഇവര് ചെയ്തിട്ടത് അവള് ചെയ്തത് പ്രഖ്യാപിക്കും. അതിനുവേണ്ടിയുള്ള എന്തെല്ലാം ഒരു പ്രചാരണത്തിലേക്ക് ചിലപ്പോൾ ബാധയാണ് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇവരൊക്കെ കൊണ്ടുപോകുന്നു തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് അവൾ നഷ്ടപ്പെട്ട ഞങ്ങൾക്കാണ് നഷ്ടം. അവർക്കൊന്നും പോലെ അവന് വേറെ പെണ്ണ് കിട്ടും. ഞാൻ ഇത്രേ പറഞ്ഞു, വേണ്ടെങ്കിൽ അവനെ ഉപേക്ഷിച്ചോട്ടെ, വേണ്ടെങ്കിൽ ഒഴിവാക്കിക്കോട്ടെ. അവളെ വേണ്ട, കൊച്ചിനെ വേണമെന്നാണ് ചേച്ചിയോട് അന്ന് പറഞ്ഞിരുന്നത്. അവള് വരുമ്പോ അവളുടെ വരുന്നത് ചേച്ചി കൊച്ചല്ലേ അല്ലേ? ഇതാണ് ഒരു ആവശ്യം പറയുക. അതുപോലെ എന്തൊക്കെ ആ വീട് 2 വെപ്പ് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. എന്തെല്ലാം അനുഭവിക്കാൻ പറ്റും അതൊക്കെ എന്റെ മോളൊക്കെ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് സ്നേഹമുണ്ട്, അവനുണ്ട് സ്നേഹം. അവൻ പറഞ്ഞെന്നെ അറിയാം. ഇന്നലെ അവള് സ്നേഹത്തോടെ രാത്രിക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ അന്നേരം വലിയ ഇതാക്കിയില്ല, ഞാൻ ദേഷ്യപ്പെട്ടു. അന്നേരമാണ് ഇവിടെ തൂങ്ങാൻ പോയത്, ഷാളെടുത്ത് കെട്ടി. ഇതൊക്കെ നോക്കി ഈ കൊച്ചു തൂങ്ങി സ്റ്റൂളിന്ന് ചാടിയിട്ട്, സ്റ്റൂൾ എന്തോ പറഞ്ഞു ചാടി പിടയ്ക്കുന്നടക്കം ഇവൻ കണ്ടോണ്ട് നിൽക്കുമ്പോ നാളെ ഒരു കാലത്ത് ഇവര് കൊന്നു കെട്ടി തൂക്കണം എന്തോ അപ്പ് എന്റെ മോളെ. അതുകൊണ്ട് ഞാൻ നിന്നോട് കാല് പിടിച്ച അപേക്ഷിക്കുക. സത്യത്തിൽ ഞാൻ എനിക്ക് മറന്നു പോകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് മറന്നു പോകുന്നത്. ഞാൻ പിന്നീടും കൂടെ ഒന്ന് മെസ്സേജ് അയക്കും, ഓർക്കുന്നുണ്ട്. അത് പറയാനാണ് എനിക്ക് കൂടെ കിട്ടുന്നത്. സത്യത്തിൽ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് എന്തോ ഒരു മിന്നാന്ന് പോലെ എനിക്ക് ടെൻഷനായിട്ട് ഒരു രക്ഷയില്ല. കാരണം ഇന്നലെ രാവിലെ ഇവരിത് പറഞ്ഞതിന് ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് കയറി ആലോചിക്കുകയാണ്, ഇവരെന്നോട് എന്താ പറഞ്ഞത്? ഞാനെന്നേരം എന്നോട് പറഞ്ഞു, അവനെന്നാ പറഞ്ഞത് കേൾക്കും. അവളെ എന്നെ ഒറ്റ തള്ളാൻ എന്നെ കുളിമുറിന്ന്, എന്നിട്ട് എന്റെ ഷോൾഡർ വേറെ ഞാൻ കുഴമ്പൊക്കെ ഇട്ട് ചൂടുകളൊക്കെ പിടിച്ചിട്ട് ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് കുറഞ്ഞില്ലെങ്കിൽ. അവൻ എന്റെ മോളെ ചെയ്ത് കുത്തിപ്പിടിച്ച് പൊക്കി നിർത്തി. എന്നിട്ട് ഞാൻ ആലക്കുഴ നിൽക്കുമ്പോൾ അവനെ വിളിച്ചു. ഞാൻ ഇവിടെ ദിനേശ് നീ ഇന്നലെ എന്റെ വിളി ഞാൻ നല്ലോണം കൊടുത്തു എന്ന് ഇവരെന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞില്ല അവരെന്നോട് പറഞ്ഞെന്നറിയാം, ഇത്രയും കാലം ദേഷ്യപ്പെട്ട കൊടുത്തു, ഇന്നലെ ഞാൻ അല്ലാണ്ട് തന്നെ കൊടുത്തതാന്ന്. ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ ഒഴിവാക്കിക്കോ, ഞാൻ ചെല്ലിനോടുത്ത് നോക്കിക്കോളും എന്റെ മോളെന്ന് പറഞ്ഞു. പലവട്ടം ഞാൻ അവനോട് പറഞ്ഞിട്ട് പലതവണ ഞാൻ ഇവര് എന്നിത് പോകുന്നുണ്ട്. പോകട്ടെ എന്ന് വിചാരിച്ച് 2 പേര് സത്യത്തിലാകുമ്പോ എത്ര കാലമായി ഇവരെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാൻ വിളിക്കുന്നവരാ. വർഷമൊന്നായി. വേണ്ടെങ്കിൽ ഒഴിവാക്കിക്കോട്ടെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഒരു പുഴുത്ത മൃഗത്തിനോട് പോലും കാണിക്കുന്ന അത്ര ദയ പോലും ആ പെണ്ണിനെ ആ വീട്ടിൽ കിട്ടുന്നില്ല. സത്യം പറയുന്നത്. എന്റെ മോൾ ഓരോ പ്രാവശ്യം പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുമ്പോഴും ഞാൻ ഓരോ വിധത്തിൽ പറഞ്ഞ് സമാധാനിച്ച് അവള് കരച്ചിൽ മാറുന്നവരെ അവളോട് ഞാൻ സംസാരിച്ചിരിക്കും. അതിനുശേഷമാണ് ഞാൻ ഫോൺ കേട്ടോ. കാരണം ഇവൾ ഓക്കെ ആയി എന്ന് കണ്ടത്. കാരണം ഇല്ലെങ്കിൽ എനിക്കും വിഷമാണ്.
മനസ്സ് കൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്താല് നമുക്കാണ് നഷ്ടം, അവർക്കൊന്നും പോകില്ല, എന്റെ മോള് പോകും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, എങ്ങനെയെങ്കിലും എന്താ ഞാൻ പറയണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇത്രയും നിന്നെ അറിയിക്കുന്നതാണ്, കാരണം വെച്ചാൽ ഞാൻ ഇത്രയും ദൂരെ ആയതുകൊണ്ട്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നാളെ ഒരു കാലത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഒരു തെളിവായിട്ടെങ്കിലും ഇത് ഉണ്ടാകണം നിന്റെ കയ്യിൽ എന്ന് വെച്ച് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ അത്രയ്ക്ക് മനസ്സുരിക്കട്ട് നിന്നോട് ഞാൻ പറയുന്നത്, എന്റെ മോളെ ഇത്രത്തോളം വരെ എത്തിയിട്ടും ഇനി ഒരാളും അറിയിടുന്നത് ശരിയാവൂല അമ്പോ. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുന്നത്. ഇന്നലെ നിന്റെ രാത്രിക്ക് ശോഭനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നിന്റെ നമ്പർ ഇല്ലായിട്ട് ഞാൻ ലാസ്റ്റ് സ്കൂൾ വണ്ടിയില് സജിച്ചേട്ടനാണോ നിന്റെ നമ്പർ മേടിക്കുന്നത്, അല്ലെങ്കിൽ ഇവന്റെ അമ്മേന്റെ നമ്പർ ഉണ്ടായിട്ടുണ്ട്, ഒരാളുടെ നമ്പർ. കാരണം എന്റെ ഫോണേ പോയിട്ടുണ്ടായിരുന്നു, പുതിയ ഫോൺ, അതുകൊണ്ട് ആരും തന്നെ നമ്പർ ഉണ്ടായില്ല. പക്ഷെ ഇത് അറിഞ്ഞപ്പോ പോലും ഞാൻ ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. നേരം വെളുക്കാൻ വേണ്ടി കാത്തിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ ഇന്ന് കോണ്ടാക്ട് ചെയ്യണം. കൊച്ചു തിരിച്ചു വന്നിട്ടുണ്ടോ ഇല്ലെന്നല്ല ഞാൻ എന്നോട് ചോദിച്ചു. സ്നേഹക്കൂട്ട് വന്നു വെച്ചപ്പോ അവര് ഇതിട്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ കോൾ എടുത്തിട്ടില്ല. പല കള്ളത്തരം അവന്റെ കയ്യിലുണ്ട്. പക്ഷെ എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു ജിനേഷോട്, ഞാൻ ഇന്നലെ വൈകുന്നേരം വിളിച്ചു, ജിനേഷ് നീ പറയുന്നില്ല ഞാൻ വെള്ളം തൊടാതെ വീഴുന്നുണ്ടെന്ന് നീ വിചാരിക്കുന്നതാണ്. കാരണം ഇവൻ ഈ ഒരു വാക്ക് എന്നോടത് പറയുമ്പോ അവന് എങ്ങനെയെങ്കിലും എന്റെ മോൾ ചത്തിട്ട്, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കൊല്ലുന്നത്? ഞങ്ങൾ വളർത്തിയതല്ലേ, അവർക്ക് വേണ്ടെങ്കിൽ തന്നോട്ടെ, തല്ലിക്കൊരാളുള്ളതല്ലോ. ഇതിപ്പോ എന്തൊക്കെ ചെയ്തു? ആ കൊച്ചു ഇന്ന് വരെ ഒരാളോട് പറഞ്ഞിട്ടില്ല, പുറത്തൊരാളോട്. ഒരു കൊച്ചിന് വാടി പറഞ്ഞ ചവിട്ടി അപോഷനാക്കി. അത് അവരുടെ തന്തയ്ക്കറിയാം, തള്ളയ്ക്കറിയാം, എല്ലാവർക്കും അറിയാതെ. എല്ലാരും അവന്റെ പെങ്ങളായാലും പറയും, തിരിച്ചങ്ങോട്ടും പറയുന്നുണ്ടാവുള്ളൂ, പറയുന്നില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അവൾ അനുഭവിക്കാൻ പറ്റുന്ന നിലവേദന അനുഭവിച്ചു. അവളെ തൂക്കുകയറിൽ വരെ കയറി. ഇനി എനിക്ക് ഒരു തീരുമാനം എടുക്കണം, ശരിയാകൂല. കാരണം വേണ്ടെങ്കിൽ ഒഴിവായി പോയിക്കോട്ടെ. കൊച്ചിനെ ഞങ്ങൾക്ക് വേണം, കൊച്ചിനെ ഇറക്കോട്ട് കൊടുക്കും. കാരണം ഞങ്ങളുടെ മോളെ കൊച്ചന്നെ ഞങ്ങൾക്ക് വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അനുഭവിച്ച് അവൾക്ക് ആ കൊച്ചും കൂടി പിന്നെ ജീവിതത്തിന് അർത്ഥമൊന്നുമില്ല. കാരണം അവക്ക് ഈ ഭൂമിയിൽ വന്ന പിന്നെ ആ കൊച്ചു മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ എന്റെ കൊച്ചിനെയും ചിലപ്പോ അവര് കൊല്ലും, എന്റെ മോളെയും കൊല്ലും. കാരണം മോള് മരിച്ചു കഴിഞ്ഞാൽ ഇതേ കുറച്ച് കഴിയുമ്പോ അവക്ക് ഈ ഒരു മൈൻഡേ ഉണ്ടാവുള്ളൂ. എന്റെ തള്ള അങ്ങനെ ഇങ്ങനെ പറയും, അത് കേൾക്കാനൊന്നും വയ്യ. അമ്പു സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ പറയാൻ നോക്കണം, മറന്നു പോകും. എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകും, മറന്നു പോവോ? സത്യത്തിൽ ടെൻഷനായിട്ടാ. ഈ ഒരു ഉപകാരം ചെയ്യണം. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അറിയണം, എന്റെ മോൾ അവിടെ തിരിച്ചെത്തിയിട്ടുണ്ടോ. ഇന്നലെ അവന്റെ അച്ഛനോട് പറഞ്ഞിട്ട് മോള് ജോലിയുടെ കാര്യം നോക്കാൻ പോകുന്നുണ്ട്, അവളുടെ വീട്ടിൽ പോട്ടെന്ന് പറഞ്ഞു. കാരണം ചേച്ചിനെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവിടെ എത്തിയെന്ന്. ഇവളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഇവൻ പറഞ്ഞ അറിവ് എനിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് നിന്നോട് അയച്ച് ചോദിക്കുന്നത്. അവളവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നീ എനിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. സത്യത്തിൽ ഇന്നലെ ഭക്ഷണം പോലും കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല തൊണ്ടേ കൂടി. എങ്ങനെയാ ഇതൊക്കെ കേട്ടിട്ട്